ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺകോർഡ് എന്ന ടോപ്പിക്കാണ്. കോൺകോർഡ് എന്നാൽ മലയാളത്തിൽ ഐക്യം, യോജിപ്പ് എന്നൊക്കെ പറയും. അതായത് ഒരു സെൻറ്റൻസിൽ വിവിധ കാര്യങ്ങൾ, സബ്ജക്റ്റ് ഒബ്ജക്റ്റും തമ്മിലുള്ള, അല്ലെങ്കിൽ സബ്ജക്റ്റും വേർബും തമ്മിലുള്ള, അങ്ങനെ പല ഘടകങ്ങൾ തമ്മിലുള്ള ഒരു യോജിപ്പ്, അതിനെയാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഡെഫിനിഷൻ ഒന്ന് നോക്കാം. കോൺകോർഡ് മീൻസ് ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ വേർബ്. സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു യോജിപ്പിനെയാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ മീൻ ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ കോംപ്ലിമെൻറ്റ്. സബ്ജക്റ്റും കോംപ്ലിമെൻറ്റും തമ്മിലുള്ള യോജിപ്പിനെ നമുക്ക് എന്ത് പറയാം? കോൺകോർഡ് എന്ന് പറയാം. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് കോൺകോർഡ്, പിന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള ഒരു യോജിപ്പ്. ആൻഡ് ദ പ്രോനൗൺ കോൺകോർഡ്. പ്രോനൗൺ കോൺകോർഡ് എന്ന് പറഞ്ഞാൽ ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ പ്രോനൗൺ. സബ്ജക്റ്റും പ്രോനൗണും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ്. നമുക്കിതിങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ കാര്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, every member of that crowd of 2000 people were dissatisfied with the performance on the stage. ഈ എക്സാമ്പിളിൽ സബ്ജക്റ്റ് ഏതാണ്? സബ്ജക്റ്റാണ് എവറി മെമ്പർ. എവറി മെമ്പർ എന്നുള്ളത് ഏത് ഫോമാണ്? സിംഗുലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വേർബ് ഏതായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. പക്ഷേ ഇതിലെന്താ യൂസ് ചെയ്തിരിക്കുന്നത്? പ്ലൂരൽ ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വെയർന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വെയർന്ന് യൂസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ 2000 പീപ്പിൾ എന്നുള്ളൊരു നൗൺ അവിടെ വന്നിട്ടുണ്ട്. അതെന്താണ്? പ്ലൂരൽ നൗണാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവിടെ വെയർന്നുള്ള വേർബ്, പ്ലൂരൽ വേർബ് യൂസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് ഏതാണ്? എവറി മെമ്പർ എന്നുള്ള സിംഗുലറാണ്. അപ്പോൾ നമ്മൾ വാസാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനെ അടുത്ത് നമ്മുടെ ഈ വേർബിൻ്റെ അടുത്ത് ഒരു പ്ലൂരൽ നൗൺ വരികയും നമ്മൾ ഒരു പ്ലൂരൽ വേർബ് യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഈ സാഹചര്യം, ഇങ്ങനെയുള്ളൊരു തെറ്റ് വരുമ്പോഴാണ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോക്സിമിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എക്സാമ്പിളിൻ്റെ കറക്റ്റ് ഫോം ഏതാണ് ഈ സെൻറ്റൻസിലെ? എവറി മെമ്പർ ഓഫ് ദറ്റ് ക്രൗഡ് ഓഫ് 2000 പീപ്പിൾ വാസ്. കാരണം എവറി മെമ്പർ സിംഗുലറാണ്, അതുകൊണ്ട് നമ്മൾ വാസ് യൂസ് ചെയ്യണം. ഡിസാറ്റിസ്ഫൈഡ് വിത്ത് എ പെർഫോമൻസ് ഓൺ ദ സ്റ്റേജ്. നെക്സ്റ്റ് വൺ നോക്കാം. ദ ഓഡിയൻസ് വാസ് റെസ്റ്റീവ് ആൻഡ് ദേ ഗ്രീറ്റഡ് ദ സിംഗർ വിത്ത് ബൂസ് ആൻഡ് ക്യാറ്റ് കോൾസ്. ഈ സെൻറ്റൻസിൽ ഓഡിയൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സബ്ജക്റ്റാണ്. അതെന്താണ്? കളക്റ്റീവ് നൗണാണ്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് സിംഗുലറായിട്ടും യൂസ് ചെയ്യാം, പ്ലൂറലായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അടുത്തതായിട്ട് ഇതിൻ്റെ പ്രോനൗൺ ഏതാണെന്ന് നോക്കാം. പ്രോനൗൺ ഏതാണ്? ദേ എന്നാണ്. ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രോനൗണായിട്ട് ദേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസ് നമ്മൾ പറഞ്ഞു ഇത് സിംഗുലറും പ്ലൂറലായിട്ടും യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഓഡിയൻസ് കഴിഞ്ഞ് ഏതാണ് യൂസ് ചെയ്തത്? വാസ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദേ എന്നുള്ളത് എന്തായി മാറി? വാസ് സിംഗുലറായിട്ട്, ഓഡിയൻസ് സിംഗുലറായിട്ട് എടുത്തപ്പോൾ ദേ എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ ഇറ്റ് എന്നാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓഡിയൻസ് പ്ലൂറലായിട്ടാണ് എടുക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ദ ഓഡിയൻസ് വെയർന്ന് യൂസ് ചെയ്യാം, എന്നിട്ട് അവിടെ ദേ യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ സെൻറ്റൻസ്. ഒരു രീതി എന്ന് പറയുന്നത് ദ ഓഡിയൻസ് വെയർ റെസ്റ്റീവ് ആൻഡ് ദേ ഗ്രീറ്റഡ് ദ സിംഗർ വിത്ത് ബൂസ് ആൻഡ് ക്യാച്ച് കോൾസ്. ഓഡിയൻസ് എന്നുള്ളത് പ്ലൂറലായിട്ട് എടുത്തു, പിന്നെ അവിടെ പ്രോനൗൺ എന്തായിട്ടെടുത്തു? പ്ലൂറലായിട്ട് എടുത്തു. സെക്കൻഡ് സെൻറ്റൻസിൽ ദ ഓഡിയൻസ് വാസ് റെസ്റ്റീവ്, അത് സിംഗുലറായിട്ട് എടുത്തു, ആൻഡ് ഇറ്റ് ഗ്രീറ്റഡ് ദ സിംഗർ വിത്ത് ബൂസ് ആൻഡ് ക്യാറ്റ് കോൾസ്. ഇതിൽ ഇറ്റ് എന്നുള്ളത് എന്താണ്? പ്രോനൗണാണ്, അതും സിംഗുലറായിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ ഈ പ്രോനൗണും സബ്ജക്റ്റും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ്, അതിൻ്റെ എക്സാമ്പിളാണിത്. ഫസ്റ്റത്തെ ഏതായിരുന്നു? സബ്ജക്റ്റും വേർബും തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ എക്സാമ്പിളായിരുന്നു. നെക്സ്റ്റ് വൺ നോക്കാം. The auditorium as well as its premises were crowded with people. ഈ എക്സാമ്പിളിൽ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് എന്ത് ഫോമാണ്? സിംഗുലർ ഫോമാണ്. പിന്നെ ഈ സിംഗുലർ ഫോമിന് ശേഷം ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത്, എലോങ് വിത്ത്, ഇങ്ങനെ ഇതെല്ലാം വന്നാൽ ദ ഓഡിറ്റോറിയം ആസ് വെൽ ആസ്, അല്ലെങ്കിൽ ദ ഓഡിറ്റോറിയം ടുഗെദർ വിത്ത്, അല്ലെങ്കിൽ ദ ഓഡിറ്റോറിയം എലോങ് വിത്ത്, ഇങ്ങനെയൊക്കെയുള്ള യൂസേജസ് വന്നാലും അതെന്തായിട്ട് തന്നെ നിൽക്കും? സിംഗുലറായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമ്മളിതിൻ്റെ വേർബ് എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ ഫോം തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിലെ തെറ്റെന്താണ്? വെയർ എന്നുള്ള യൂസേജ് തെറ്റാണ്. ദ ഓഡിറ്റോറിയം ആസ് വെൽ ആസ് ഇറ്റ്സ് പ്രിമിസസ് വാസ് ക്രൗഡഡ് വിത്ത് പീപ്പിൾ. നെക്സ്റ്റ് വൺ നോക്കാം. നീദർ ദ സ്റ്റേജ് അറ്റൻഡൻസ് നോർ ദ മാനേജർ വെയർ ഏബിൾ ടു കൺട്രോൾ ദ ക്രൗഡ്. ഇതിലുള്ള യൂസേജ് നീദർ നോർ എന്നുള്ള യൂസേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നീദർ നോർ എന്നുള്ളതിൻ്റെ ഇവിടെ സബ്ജക്റ്റ് ഏതായിട്ടാണ് വരുന്നത്? മാനേജറായിട്ടാണ് വരുന്നത്. ഈ നോറിന് ശേഷമുള്ളതാണ് എന്ത്?
സബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ നോറിന് ശേഷം വന്നത് ഏതാണ്? മാനേജർ. അപ്പോൾ അതിൻ്റെ വേർബല്ലേ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വേർബ് ഏതാ? ഇവിടെ വേറെ യൂസ് ചെയ്തിരിക്കുന്നത്. മാനേജർ എന്താണ്? സിംഗുലർ ഫോമാണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം അവിടെ? മാനേജർ വാസ് എന്ന് യൂസ് ചെയ്യണം. ഇവിടെ ഈ സെൻറ്റൻസിൽ നെയ്തർ ദ മാനേജർ നോർ ദ സ്റ്റേജ് അറ്റൻഡൻസ് എന്നാണ് വന്നെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? വേറെ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഈ സെൻറ്റൻസിൽ ആദ്യം ഏതാ വന്നത്? സ്റ്റേജ് അറ്റൻഡൻസും നോറ് കഴിഞ്ഞിട്ട് മാനേജറോ വന്നത്. അപ്പോൾ നോറ് കഴിഞ്ഞിട്ട് സിംഗുലർ ഫോമാണ് വന്നെങ്കിൽ നമ്മൾ സിംഗുലർ വേർബ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ മാനേജർ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് നമ്മളവിടെ വാസ് യൂസ് ചെയ്യണം. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് നീദർ ദ സ്റ്റേജ് അറ്റൻഡൻസ് നോർ ദ മാനേജർ വാസ് ഏബിൾ ടു കൺട്രോൾ ദ ക്രൗഡ്. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. It seemed that either the poor arrangements or the lack of space were responsible for this situation. ഈ എക്സാമ്പിളിലും നമ്മൾ മുകളിൽ യൂസ് ചെയ്ത നീദർ നോറിൻ്റെ പോലെ തന്നെയാണ് നമ്മൾ ഇതിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയ്തർ ഓർന്ന് യൂസ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഈ ഓറിൻ്റെ അടുത്ത് വരുന്നതാണ് എന്തായിട്ട് നമ്മൾ കണക്കാക്കുന്നത്? സബ്ജക്റ്റായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ ലാക്ക് ഓഫ് സ്പേസ് എന്നല്ലേ വന്നത്? ലാക്ക് ഓഫ് സ്പേസ് അപ്പോൾ നമ്മൾ എന്താണ്? സിംഗുലറാണ്. അപ്പോൾ അതിൻ്റെ ഇത് വേർബായിട്ട് എന്ത് വരണം? സിംഗുലർ വരണം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലൂറലാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് ഇറ്റ് സീം ദാറ്റ് എയ്തർ ദ പുവർ അറേഞ്ച്മെൻറ്റ്സ് ഓർ ദ ലാക്ക് ഓഫ് സ്പേസ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് സിറ്റുവേഷൻ. അപ്പോൾ ഓർ കഴിഞ്ഞിട്ട് സിംഗുലർ വന്നുകൊണ്ട് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള വേർബ് യൂസ് ചെയ്തു. ഇനി നമ്മൾ ഈ സെൻറ്റൻസ് തിരിച്ചിട്ടാലോ? ഈ ലാക്ക് ഓഫ് സ്പേസ് ആദ്യം വന്നു, പിന്നെ പുവർ അറേഞ്ച്മെൻറ്റ്സ് ഓറിന് ശേഷം വന്നാൽ എങ്ങനെ എഴുതാം? ഇറ്റ് സീം ദാറ്റ് ഈദർ ലാക്ക് ഓഫ് സ്പേസ് ഓർ ദ പുവർ അറേഞ്ച്മെൻറ്റ്സ്. അവിടെ എന്താ വന്നത്? പ്ലൂറലാണ് വന്നത്. അപ്പോൾ വേർന്ന് യൂസ് ചെയ്യാം. വേർ റെസ്പോൺസിബിൾ ഫോർ ദിസ് സിറ്റുവേഷൻ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. മോർ ദാൻ വൺ അറ്റംപ്റ്റ് വെയർ മെയ്ഡ് ടു റഷ് ഓൺ ടു ദ സ്റ്റേജ്. അതിൽ മോർ ദാൻ വൺ അറ്റംപ്റ്റ് എന്നുള്ളത്, മോർ ദാൻ വൺ എന്നുള്ളത് ഇംഗ്ലീഷിൽ എപ്പോഴും സിംഗുലറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് സിംഗുലറായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ അല്ല യൂസ് ചെയ്യേണ്ടത്, വാസ് ആണ്. അപ്പോൾ കറക്റ്റ് ഫോം എന്താ? മോർ ദാൻ വൺ അറ്റംപ്റ്റ് വാസ് മെയ്ഡ് ടു റഷ് ഓൺ ടു ദ സ്റ്റേജ്. നെക്സ്റ്റ് വൺ. ദ ക്രൗഡ് ഗ്രൂ സോ മഡിൽ ഹെഡഡ് ദാറ്റ് ഗുഡ് ആൻഡ് ബാഡ് മ്യൂസിക് അലൈക്ക് വാസ് ഗ്രീറ്റഡ് വിത്ത് ഷൗട്ട്സ്. ഈ സെൻറ്റൻസിൽ മ്യൂസിക് എന്നുള്ളത് എന്താണ്? ഇതിലെ സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് എന്തായിട്ടാണ്? അൺകൗണ്ടബിൾ നൗണാണിത്. അതായത് ഇത് നമുക്ക് വേണമെങ്കിൽ സിംഗുലറായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലൂറലായിട്ടും യൂസ് ചെയ്യാം. പക്ഷേ ഇതിൽ ശരിക്കുള്ള സബ്ജക്റ്റ് ഗുഡ് ആൻഡ് ബാഡ് മ്യൂസിക് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് ഗുഡ് മ്യൂസിക് ആൻഡ് ബാഡ് മ്യൂസിക് എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ടാമത് പ്ലൂറലായില്ലേ? ഗുഡ് മ്യൂസിക് ആൻഡ് ബാഡ് മ്യൂസിക് എന്ന് പറയുമ്പോൾ അത് പ്ലൂറലായി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എങ്ങനെയാണ്? ഇതിൻ്റെ കറക്റ്റ് ഫോം The crowd grew so muddle-headed that good and bad music alike were greeted with shouts. കാരണം മ്യൂസിക് അൺകൗണ്ടബിൾ ആണ്, പക്ഷേ ഇതിൽ ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് പ്ലൂറലായി മാറി. അപ്പോൾ അവിടെ നമ്മൾ വേറാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ. ഇറ്റ് ഈസ് ഐ ഹു ഇസ് ടു ബ്ലെയിം ഫോർ ബ്രിങ്ങിങ് ഇൻ ദിസ് ഫോൾസ് ലാമെൻറ്റഡ് ദ മാനേജർ. ഇങ്ങനെയുള്ള യൂസേജിൽ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹൂ ആണ്. ഈ റിലേറ്റീവ് പ്രോനൗൺ ഏതായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം? ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഐ എന്നുള്ള ഫോം നൗൺ അല്ലേ അത്, അതായിട്ട് എഗ്രിമെൻ്റ് വേണം. ഇതിലുള്ള റിലേറ്റീവ് പ്രോനൗണായിട്ടുള്ള ഹൂ, അതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആൻറ്റിസിഡൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കുന്ന നൗൺ ഏതാണ്? ഐ. അപ്പോൾ ഐ ഹൂ ഈസ്, ഐ ആം എന്നല്ലേ നമ്മൾ പറയാറ്, ഐ ഈസ് എന്ന് പറയാറില്ലല്ലോ. അപ്പോൾ ഇവിടെ ഹൂ ആം എന്നാണ് അവിടെ വരേണ്ടത്. ഇറ്റ് ഈസ് ഐ ഹൂ ആം ടു ബ്ലെയിം, അങ്ങനെയാണ് വരേണ്ടത്. ഐ ഹൂ ഈസ് എന്നല്ലല്ലോ വരേണ്ടത്. അപ്പോൾ ഐ ആം എന്നല്ലേ പറയാറ്, ഐ ആം. അപ്പോൾ അവിടെ ഐ എന്നുള്ളത് കഴിഞ്ഞിട്ട് ഹൂ വന്നിട്ട് എന്താ യൂസ് ചെയ്യേണ്ടത്? അതിൻ്റെ ആം എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാധാരണ കോൺവെർസേഷൻസിലൊക്കെ എങ്ങനെ പറയാറ്? ഇറ്റ്സ് മീ ഹൂ ഇസ് ടു ബ്ലെയിം ഫോർ ബ്രിങ്ങിങ് ഇൻ ദീസ് ഫൂൾസ് ലാമെൻറ്റഡ് ദ മാനേജർ. ശരിക്കും നമ്മൾ ഇറ്റ് ഈസ് ഐ ഹൂ ആം ടു ബ്ലെയിം എന്നാണ് ശരിക്കും വരേണ്ടത്. പക്ഷേ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, അത് തെറ്റായിട്ട് അങ്ങനെ കണക്കാക്കണമില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. നോ എവറി മാൻ വുമൺ ആൻഡ് ചൈൽഡ് ഹു കെയിം ഹിയർ ആർ ടു ബ്ലെയിം സെഡ് സംവൺ. ഈ സെൻറ്റൻസിലുള്ള മാൻ, വുമൺ, ചൈൽഡ് എന്നൊക്കെ ഉള്ളതൊക്കെ എന്താണ്? സിംഗുലറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിംഗുലർ നൗൺസിൻ്റെ ഫ്രണ്ടിൽ എവരി, ഈച്ച് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വേർബും എന്തായിട്ട് തന്നെ യൂസ് ചെയ്യണം? സിംഗുലറായിട്ട് തന്നെ യൂസ് ചെയ്യണം. മനസ്സിലായോ? ഈ
മാൻ വുമൺ ചൈൽഡൊക്കെ എന്ത് ഫോമാണ്? സിംഗുലറാണ്. അതിൻ്റെ പ്ലൂരൽ എന്താ? മെൻ, വിമൻ, ചിൽഡ്രൻ എന്നൊക്കെയല്ലേ പ്ലൂരൽ. അപ്പോൾ ഇത് സിംഗുലറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിംഗുലർ നൗൺസിൻ്റെ ഫ്രണ്ടിൽ എവ്രി, ഈച്ച് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേർബായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? അതിൻ്റെ സിംഗുലർ ഫോം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഈ എക്സാമ്പിളിൽ നോ എവ്രി മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഹു കെയിം ഹിയർ ഈസ് ടു ബ്ലെയിം സെഡ് സംവൺ. ഇവിടെ ഈസാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇൻ ദ മീൻ ടൈം മിസ്റ്റർ ജോൺ, ദ മാനേജർസ് സൺ ആൻഡ് ദ ഡെപ്യൂട്ടി മാനേജർ ഓഫ് ദ കമ്പനി വാസ് സീൻ ടോക്കിംഗ് ടു ദ ട്രബിൾ മേക്കേഴ്സ്. ഇതിൽ മിസ്റ്റർ ജോൺ എന്നുള്ളത് ആരാണ്? മാനേജറിൻ്റെ മകനാണ്. പിന്നെ അടുത്തത് ദ ഡെപ്യൂട്ടി മാനേജർ, അത് വേറൊരാളാണ് അല്ലേ. ദ അവിടെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് വേറൊരാളാണ്. ഈ മാനേജറിൻ്റെ സൺ തന്നെയല്ല ഡെപ്യൂട്ടി മാനേജർ നമുക്ക് മനസ്സിലായി, കാരണം ദ യൂസ് ചെയ്തിട്ടുണ്ട്. ദ യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നെങ്കിലോ, മിസ്റ്റർ ജോൺ ദ മാനേജർ സൺ ആൻഡ് ഡെപ്യൂട്ടി മാനേജർ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ആരായിട്ട് മാറും? ഒരാൾ തന്നെയായിട്ട് മാറും. അപ്പോൾ അവിടെ നമ്മൾ സിംഗുലർ തന്നെ ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ സിംഗുലർ തന്നെ വോസ് തന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇതിൽ മിസ്റ്റർ ജോൺ ദ മാനേജർ സൺ ആൻഡ് ദ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറഞ്ഞാൽ ദ വന്നപ്പോൾ അതെന്തായി? അത് വേറൊരാളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്ലൂറലായില്ലേ, രണ്ടാളുകളായി. അപ്പോൾ അവിടെ നമ്മൾ വോസിന് പകരം എന്താണ് യൂസ് ചെയ്യേണ്ടത്? വേറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ, ഇൻ ദ മീൻ ടൈം മിസ്റ്റർ ജോൺ ദ മാനേജർ സൺ ആൻഡ് ദ ഡെപ്യൂട്ടി മാനേജർ ഓഫ് ദ കമ്പനി വെർ സീൻ ടോക്കിംഗ് ടു ദ ട്രബിൾ മേക്കേഴ്സ്. ഇതിൽ വേറാണ് കറക്റ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഹിയർ കംസ് ദ CI ആൻഡ് എ ഫ്യൂ പോലീസ്മാൻ ക്രൈഡ് സംവൺ. ഈ എക്സാമ്പിളിൽ കംസ് എന്നുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംസ് എന്താ? സിംഗുലർ ഫോമിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൽ സിംഗുലർ ആണോ ആളുകളുള്ളത്? സബ്ജക്റ്റ് പ്ലൂരലാണ്, കാരണം CI ഉണ്ട്, എ ഫ്യൂ പോലീസ്മെനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് യൂസേജ് എന്താ? ഹിയർ കം ദ CI ആൻഡ് എ ഫ്യൂ പോലീസ്മാൻ. അങ്ങനെയാണ് കറക്റ്റ് യൂസേജ്. അപ്പോൾ കോൺകോഡിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.